ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് ഡേ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസും റെസൊനേറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണേ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ അവരെടുക്കാൻ പോണത്, എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെസ്സേജസ് എന്താ പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ് എന്താണ് ഇവിടെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഹാങ്ഡ് മാൻ. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? 7 ഓഫ് കപ്സ്. പാസ്റ്റിൽ എന്താ ഉണ്ടായേ? ഫൂൾ. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്? 3 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കിങ് ഓഫ് സോഡ്സ്. എന്താണ് ഇവിടെ? നിങ്ങളുടെ ഇൻറ്റൻഷൻ? ഏസ് ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഡെവിൾ. ഇവിടെ എന്താണ് ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്? ഫ്യൂച്ചറിലെ ആക്ഷൻ നിങ്ങളുടെ എംപ്രസ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ലവേഴ്സ്. എന്താണ് ഇവിടെ ഔട്ട്കം? ഈ കാർഡ്. അപ്പോൾ പൈസീസ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഒരു പുതിയ തുടക്കം. ആൻഡ് ഈ പുതിയ തുടക്കത്തിൽ കുറേ സ്റ്റെബിലിറ്റി ഉണ്ട്. ഒരു ലോങ് ജേർണിയാണ് ഇത്. ആ ജേർണിയുടെ തുടക്കമാണ് ഇത്. ആൻഡ് ഇത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ എനർജിയും ആവാം. അപ്പോൾ എന്താണ് ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ കാണുന്നത്? ഇതൊരു പുതിയ ഓഫർ ആവാം. ഈ പേഴ്സൺ നിങ്ങൾക്ക് എന്തോ ഓഫർ ചെയ്യണു, അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൺ എന്തോ ഒരു സജഷൻ ഓഫർ കൊടുക്കണു. ക്വീൻ ഓഫ് സോഡ്സ്. ഇവിടെ ചിലവർ ഡിവോഴ്സ്ഡ് ആണ്. ക്വീൻ ഓഫ് സോഡ്സ്. പക്ഷേ ഇത് ക്വീൻ ഓഫ് സോഡ്സ് ഒരു ക്ലാരിറ്റിയുടെ എനർജിയും കൂടിയാണ്. അപ്പോൾ എന്തോ ഒരു ക്ലിയർ ആയിട്ട് ഒരു പുതിയ തുടക്കം ഇവിടെ കാണാണ്ട്. ആൻഡ് ഇതുണ്ടാവുന്നത് ഇപ്പോൾ അത്ര സമയം എടുക്കില്ല, അവന് വേഗം ഉണ്ടാവണ ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ നൈറ്റ് ഓഫ് സോഡ്സ് ഒരു റെസ്റ്റ്ലെസ് എനർജിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ അത്ര സമയം എടുക്കാത്ത എനർജിയിലാണ് കാണുന്നത്. പറഞ്ഞാൽ വേഗം ഉണ്ടാവും. ഓക്കെ, ഈ മാസം ഇല്ല വെച്ചാൽ ഉടനെ അടുത്ത മാസത്തിൽ ഉണ്ടാവണ എനർജിയാണ് ഇത്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ ഒരു പോസിൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ ഒന്നും ചെയ്യണില്ല, മുമ്പോട്ട് പോകണില്ല, എന്തോ അവർക്ക് ഒരു ബർഡൻ മാതിരി തോന്നുന്നു. അവർക്ക് എന്തോ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നുണ്ട്, എന്തോ ഒരു തീരുമാനം എടുക്കാൻ അവരൊരു ബ്രേക്ക് എടുത്തിരിക്കണു. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റ് ആണ് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഹാങ് മാൻ പൈസീസ് എനർജിയാണ്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്, ഒരു ഹാപ്പി ഫാമിലിയുടെ എനർജി ഉണ്ട്. ആൻഡ് ഇവിടെ ചില ചാലഞ്ചസ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ കുറേ ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നോക്കണു. ചില ചാലഞ്ചസ് ഉണ്ടാകുമ്പോൾ അവർ അതിനെ ഫേസ് ചെയ്യാൻ നോക്കണു. പറഞ്ഞാൽ ബോൾഡായിട്ട് ആ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ അതിനെ നോക്കണു. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ 7 ഓഫ് കപ്സ് ആണ് കാണുന്നത്. കുറേ കൺഫ്യൂഷനുള്ള എനർജി, കുറേ ഓപ്ഷൻസ് ഉള്ള എനർജി. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായി. ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾ മാരീഡ് ആവാം, അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരിക്കാം. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ വേറെ ഒരു തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പിൽ വന്നു. ഓക്കെ, അങ്ങനെയും ആവാം. അപ്പോൾ 7 ഓഫ് കപ്സ് എന്തോ ഒരു കൺഫ്യൂഷൻ, ഓപ്ഷൻസിൻ്റെ എനർജി കാണാണ്ട്
അതുകൊണ്ട് ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, എന്തോ മാറ്റം വന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. മുമ്പത്തെ മാതിരി അല്ല ഇത്. എന്തോ ഒരു എൻഡിങ് ഉണ്ടായി, ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. അപ്പോൾ പാസ്റ്റിൽ ഫുൾ എനർജി ആയിരുന്നു. പാസ്റ്റിലും ഞാനൊരു കമ്മിറ്റഡ് എനർജി അല്ല കാണുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു തേർഡ് പാർട്ടി ആയിരുന്നു വെച്ചാൽ അതിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. കുറേ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഞാനിവിടെ കാണുന്നുണ്ട് പാസ്റ്റിലും. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആദ്യം ഇവിടെ ഒരു തേർഡ് പേഴ്സൺ കാണാണ്ട്, അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇത് നിങ്ങൾക്ക് എഫേർട്ട് ഇടണം എന്നുണ്ട് ഈ കണക്ഷനിൽ. നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ കാരണം നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്, ഹാർട്ട് ബ്രോക്കൺ ആണ്, ഡിപ്രസ്ഡ് ആണ്. കുറേ ഇവിടെ സാഡ്നെസ് കാണാണ്ട്, വിഷമം കാണാണ്ട്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് സോഡ്സ് ആണ്. അവരുടെ ഭാഗത്ത് നിന്ന് അവർ ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഇപ്പോൾ പെരുമാറണത്. മുമ്പത്തെ മാതിരി ആ ഇമോഷൻസ് ഇല്ല, കണക്ഷൻ ഒന്നുമില്ല. കുറേ കോൾഡായിട്ടാണ് പറഞ്ഞാൽ സംസാരിക്കുമ്പോഴും പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് സംസാരിക്കണേ, ഇമോഷൻസ് ഒന്നുമില്ല. അവരെന്താ വെച്ചാൽ മെൻ്റലി അവരും കുറേ ഒരു ഇംബാലൻസ് ആണ് ഫീൽ ചെയ്യണത്. എന്താ വെച്ചാൽ അവർക്ക് അറിയാം അവർക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന്. രണ്ടാൾക്കാരുടെ ഇടയ്ക്ക്, 2 ഡിസിഷൻസിൻ്റെ ഇടയ്ക്ക് അവർക്ക് എന്തോ ഒരു തീരുമാനം എടുക്കാണ്ട്, അത് എടുക്കണ വരെ അവരിങ്ങനെ പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് അവർ നോക്കണത്. എന്താ വെച്ചാൽ പ്രാക്ടിക്കൽ ഡിസിഷനാണ് അവർ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഒരു പുതിയ തുടക്കം, നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വേണം. ഈ പേഴ്സൻ്റെ കൂടെ റീകൺസിലിയേഷൻ വേണം. ഏസ് ഓഫ് കപ്സ്, ഈ പേഴ്സൺ അല്ലച്ചാൽ പുതിയൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജി ആവാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ പേഴ്സൺ തന്നെയാണ് വേണ്ടത്. ഇവരുടെ ഇൻറ്റൻഷൻ ഡെവിലാണ്. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ ശരിയല്ല. ഡെവിൽ ഒരു ടോക്സിക് എനർജിയാണ്. അത് ഇൻറ്റൻഷനിൽ വരണത് അതന്നെ ഒരു റെഡ് ഫ്ലാഗാണ്. പക്ഷേ ഇവിടെ ചാരിയറ്റ് എനർജി അവർക്കൊരു തീരുമാനം എടുക്കാണ്ട് അവർ വെയിറ്റ് ചെയ്യണു. അവർ വെയിറ്റ് ചെയ്യാനാണ് തീരുമാനിക്കണത്. എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല, സീരിയസ്ലി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അവർക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. നിങ്ങളുടെ ആക്ഷനിൽ എംപ്രസ് എനർജി, ഇത് ഞാനൊരു മദർലി എനർജി കാണാണ്ട്, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സിംഗിൾ പേരൻ്റ് ആവാം. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഫെർട്ടൈൽ എനർജിയാണ്, കുറേ അബണ്ടൻസിൻ്റെ എനർജിയാണ്, കുറേ ഗ്രോത്തിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് കുറേ ഒരു ബിട്രേഡായി തോന്നുന്നുണ്ട് ഈ പേഴ്സൻ്റെ ബിഹേവിയർ കാണുമ്പോൾ. ഈ പേഴ്സൺ നിങ്ങളെ ചതിച്ചു, ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന്, അങ്ങനത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഭാഗത്തിന് നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് അത്രയും ഡിസ്റ്റൻസ് വെക്കാൻ തുടങ്ങണു. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ഒന്നും ആക്ഷൻ ഒന്നും കൊടുക്കണില്ല, നിങ്ങളുടെ കൂടെ അവരുടെ ബിഹേവിയറും ശരിയല്ല. അപ്പോൾ നിങ്ങളും കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കാൻ തുടങ്ങിയിരിക്കണു. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷനിൽ ഞാൻ ലവേഴ്സാണ് കാണുന്നത്. ഈ പേഴ്സൺ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു 2 ഓപ്ഷൻസിൻ്റെ ഇടയ്ക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിൽ കുറേ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അവർക്ക് നിങ്ങൾ ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ഇവിടെ എവിടെയോ അവർ ഹാപ്പി അല്ല. അവരുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല വെച്ചാൽ അവരത് വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പി അല്ല വെച്ചാൽ അവർ നിങ്ങളെ വിട്ടിട്ട് അവരുടെ പാർട്ട്ണറുടെ കൂടെ തന്നെയാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ മോസ്റ്റ്ലി അവർ മാരീഡ് ആണ് വെച്ചാൽ അവർ അവരുടെ മാരേജിനെയാണ് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ് വെച്ചാൽ അവർ നിങ്ങളെ ചൂസ് ചെയ്യും. പക്ഷേ അവർ വേറെ ഏതോ പേഴ്സൻ്റെ കൂടെ മാരീഡ് ആണ് വെച്ചാൽ അവർ ആ പേഴ്സണെയാണ് ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി. അപ്പോൾ എന്തോ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ, ഒരു പുതിയ ഐഡിയ ഇല്ല, എന്തോ ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസിന് പുറത്ത് വരണ മാതിരി. ഒരു 8 ഓഫ് സോഡ്സ് ഇവിടെ ഒരു ഹെൽപ്ലെസ് എനർജിയാണ് പറഞ്ഞാൽ, ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. വീൽ ഓഫ് ഫോർച്യൂൺ, ഇത് സമയത്തിൻ്റെ കാർഡാണ്, ഡെസ്റ്റിനി. ഓക്കെ, അപ്പോൾ ഇത് എവിടെയോ ഡെസ്റ്റിൻഡ് ഒരു കണക്ഷൻ ആയിരുന്നു. പക്ഷേ എപ്പോഴും ഡെസ്റ്റിൻഡ് കണക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യണത് നിങ്ങളുടെ ഡെസ്റ്റിനി ആയിരുന്നു. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും വേറൊരു ഔട്ട്കം ആയിരിക്കും, എല്ലാവർക്കും ഒരുമാതിരി ഔട്ട്കം ആവില്ല. പക്ഷേ
എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ എല്ലാം നിങ്ങളുടെ കയ്യിലല്ല, എല്ലാം ഒരു ഡെസ്റ്റിൻഡ് വേയിലാണ് മുമ്പോട്ട് പോണേ. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്, ഓറക്കിൾ മെസ്സേജ് പറയണത് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, ഫിനാൻസസ് ആൻഡ് കരിയർ. ഓക്കെ, അപ്പോൾ എന്തോ ഫിനാൻസസിൽ കരിയർ ഇഷ്യൂസും നടക്കുന്നുണ്ടാവും. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് പറയണത്, ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് പൈസീസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.